എത്ര ഉറങ്ങിയാലും ക്ഷീണത്തോട് കൂടിയിട്ടാണോ എണീക്കാറ്? അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നും ചെയ്യാതെ തന്നെ നിങ്ങളുടെ നടുവിനും ജോയിന്റ്സിലും എല്ലാം വേദന അനുഭവപ്പെടാറുണ്ടോ? ഇത്തരം കാര്യങ്ങൾ വിറ്റമിൻ ഡി ഡെഫിഷ്യൻസിയുടെ ലക്ഷണമായിരിക്കാം. വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാവുന്ന രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് തുടർച്ചയായിട്ടുള്ള മുടി കൊഴിച്ചിലുണ്ടായിരിക്കും. മാസങ്ങളോളായിട്ട് നിങ്ങളുടെ മുടിയെല്ലാം തിന്നായി വരുന്നുണ്ടായിരിക്കാം. അതുപോലെ തന്നെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ നിങ്ങളുടെ ജോയിന്റ്സിലും എസ്പെഷ്യലി ബാക്ക് പെയിൻ പോലുള്ള കണ്ടീഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവാം. നമ്മൾ എത്ര ഉറങ്ങിയാലും നമുക്ക് ക്ഷീണം മാറാതെ ക്ഷീണത്തോട് കൂടിയിട്ട് ഉണരുന്നതും വിറ്റമിൻ ഡിയുടെ ഒരു ലക്ഷണമാണ്. ഇതുകൂടാണ്ട് നമുക്ക് ബലഹീനത, അതായത് നമ്മുടെ പേശികൾക്കെല്ലാം ഒരു ബലക്കുറവ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഇതും വിറ്റമിൻ ഡിയുടെ കുറവ് കാരണമായിരിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ചെറിയ മുറിവുകൾ ഉണങ്ങാൻ കാലതാമസം എടുക്കുന്നതും ഇതുകൊണ്ട് തന്നെ ആയിരിക്കാം. ഇതുകൂടാണ്ട് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് പനി, അതായത് ഒരു മാസത്തിൽ തന്നെ 1-2 തവണയൊക്കെ നിങ്ങൾക്ക് പനി വരുന്നത് പലപ്പോഴും വിറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കൊണ്ടായിരിക്കാം. ഇത് കൂടുതൽ നമ്മുടെ പ്രതിരോധ ശേഷി, വൈറ്റമിൻ ഡി കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി കുറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അണുബാധ ഏൽക്കാനുള്ള ചാൻസസ് ഉണ്ടാവും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഓരോരോ അസുഖങ്ങൾ, എസ്പെഷ്യലി നമുക്ക് പനി പോലുള്ള തുമ്മലും പനി പോലുള്ള ചുമ പോലുള്ള അസുഖങ്ങൾ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് വരാം. പലപ്പോഴും ഇത് വിറ്റമിൻ ഡി എന്ന് പറയുന്നത് നമ്മുടെ സൂര്യപ്രകാശമാണ് അതിന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള സോഴ്സ് എന്ന് പറയുമെങ്കിലും ആവശ്യത്തിന് സൂര്യപ്രകാശം കൊണ്ടിട്ട് പോലും പലർക്കും നമുക്ക് വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി കാണാറുണ്ട്. അപ്പൊ ഇത്തരം സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷനോട് കൂടി മാത്രമേ ഈ ഒരു അസുഖത്തിന് പരിഹാരമാവുള്ളൂ.